കഴിഞ്ഞ ആഴ്ച ഒരു സിസ്റ്ററിൻ്റെ ഫൈനൽ പ്രൊവേഷന് എൻ്റെ താങ്ക്സ് ഗിവിംഗ് മാസിന് പ്രസംഗിക്കാൻ പോയി. ഇപ്പോൾ തലേദിവസം ഞാൻ സിസ്റ്ററെ വിളിച്ചിട്ട് ഗോസ്പൽ പാസ് ചെയ്തെടുക്കണമെന്ന് ചോദിച്ചു. ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞു വെച്ചാൽ യോഹന്നാൻ്റെ ഗോസ്പൽ 15-ാം അധ്യായം, കാരണം അതേ ഗോസ്പലാണ് എൻ്റെ ഫസ്റ്റ് പ്രൊവേഷനും എൻ്റെ ഫൈനൽ പ്രൊവേഷനും വായിച്ചത്. ഇന്നത്തെ ഗോസ്പൽ അതാണ്. ഇപ്പോൾ ഈ സിസ്റ്റർ ബിടെക് കഴിഞ്ഞിട്ടാണ് കോൺവെൻറ്റിൽ ചേരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചേർന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ എൻ്റെ ജീവിതത്തിൽ ഓരോ ഇൻസിഡൻസും അതിലൂടെ ദൈവം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ജനിച്ചപ്പോൾ ഒരു സംഭവം നടത്തുന്നുണ്ട്. അമ്മ പറഞ്ഞാണ്, എൻ്റെ അമ്മയുടെ സെക്കൻഡ് പ്രഗ്നൻസിയാണ്, ലേബർ റൂമിലാണ്. അപ്പോൾ അതേ റൂമിൽ തന്നെ വേറൊരു സ്ത്രീയുണ്ട്, അവരുടെ സെക്കൻഡ് പ്രഗ്നൻസിയാണ്. അവരുടെ ആദ്യത്തെ കുട്ടി പെൺകുഞ്ഞായിരുന്നു. അതുകൊണ്ട് ഇത് ആൺകുട്ടി വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് അതുപോലെ തന്നെ ആദ്യത്തെ പെൺകുട്ടിയാണ്. അപ്പോൾ അമ്മയ്ക്ക് ആഗ്രഹമുണ്ട് ആൺകുട്ടി വേണമെന്ന്. അപ്പോൾ ഇവർ തമ്മിലത് സംസാരിക്കുന്നുണ്ട്. ആദ്യം പ്രസവിച്ചത് മറ്റേ സ്ത്രീയാണ്, അത് പെൺകുഞ്ഞായിരുന്നു. അവർക്ക് ആ ന്യൂസ് എടുക്കാൻ പറ്റിയില്ല, അറ്റാക്ക് വന്നിട്ട് അവർ മരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ നേഴ്സുമാരാരും എൻ്റെ ജെൻഡർ വെളിപ്പെടുത്തിയില്ല. കുറേ അധികം നേരം കഴിഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു സിസ്റ്ററുണ്ട്, നേഴ്സുണ്ട്. അവർ എന്നെ കയ്യിലെടുത്തിട്ട് പറഞ്ഞ് എങ്ങനെയാണ്, ഇത് ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ഞാൻ ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് MST ഫാദേഴ്സിൻ്റെ ഹൗസ് ഉണ്ട്. അപ്പോൾ അവർ ഹൗസ് വിസിറ്റിന് വന്നപ്പോൾ പ്രാർത്ഥിച്ചു. ഒരു അച്ഛൻ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ എടുത്ത ഭാഗം യോന പ്രവചൻ്റെ ഭാഗമാണ്. അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഈ വീട്ടിലൊരു യോന ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ തന്നെയാണ് വീട്ടിലെ യോന. ദൈവം നിയോഗിച്ചെടുത്ത് ഞാൻ പോയിട്ടില്ലല്ലോ. ഐ ഡോണ്ട് വാണ്ട് ടു ബി യോന ഇൻ അതേഴ്സ് ലൈഫ് എന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ കോഴിക്കോട് ധ്യാനത്തിന് പോകുന്നത്. അപ്പോൾ ഞാൻ അവിടെ ദൈവത്തോട് പറഞ്ഞു, ദൈവം എനിക്ക് കൺവിൻസിങ് ആയിട്ടുള്ളൊരു ഭാഗം എന്താ. അപ്പോൾ എടുത്തപ്പോൾ ധനികനായ യുവാവിൻ്റെ ഭാഗം വരുന്നു, വിവാഹത്തിൻ്റെ ഭാഗം വരുന്നു, ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്റർ എനിക്കിതാ കിട്ടുന്നത്, എനിക്ക് കൺവിൻസിങ് അല്ല. അപ്പോൾ സിസ്റ്റർ പറഞ്ഞ മോളെ, ഈ വായനകളാണ് നമ്മുടെ വെസ്റ്റേഷന് വേണ്ടി വായിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, ഞാൻ ഈ 180 ഡിഗ്രി യൂ ടേൺ എങ്ങനെ എടുക്കും, പലതൊക്കെ ഉപേക്ഷിക്കേണ്ട. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമം ഉണ്ടാക്കിയൊരു കാര്യം, എനിക്ക് മുക്കൂത്തി സെക്കൻഡ് സ്റ്റഡഡ് ആൾ അനുവാദം വീട്ടിൽ നിന്ന് കിട്ടി. അതെന്ന് പറയുന്നത്, അത് ഗിവ് അപ്പ് ചെയ്യാന്ന് പറഞ്ഞത് ഇറ്റ് വാസ് ലൈക്ക് ഡൈയിങ്. അപ്പം അങ്ങനെ ഒരു ചിന്ത ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും എൻ്റെ ഉള്ളിലേക്ക് ഒരു വചനം കടന്നു വന്നു, നീ സൃഷ്ടാവിനേക്കാൾ കൂടുതൽ സൃഷ്ടിയെ സ്നേഹിക്കോ. പിന്നെ വൺസ് ആൻഡ് ഫോർ ഓൾ ഞാൻ ഡിസൈഡ് ചെയ്തു, ഇതാണ് എൻ്റെ ലൈഫ് എന്ന്. ദ ഗോസ്പലിൽ പറയുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയില്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഈശോ നമ്മളെ വിടാതെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദർ ഇസ് നോ കോഇൻസിഡൻസ്, ഓൺലി ഗോഡ് ഇൻസിഡൻസ്.